നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ദേശീയ തലത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ, അവയുടെ അവലോകനം എന്നിവയുമായി നേഷൻ ഫസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടി തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. നിരവധി വാർത്തകൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ദേശീയ തലത്തിൽ സംഭവിക്കാനുണ്ട്. അപ്പോൾ ഓരോ വാർത്തയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഒന്നാമത്തേത് അരുണാചൽ പ്രദേശിൽ നിന്നും വരുന്ന ഒരു വാർത്തയാണ്. അതായത് അരുണാചൽ പ്രദേശിലേക്ക് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി കടന്നു കയറി ഇന്ത്യൻ ഭൂമിക്കുള്ളിൽ സൈനിക ക്യാമ്പുകൾ സ്ഥാപിച്ചെന്ന മാധ്യമ റിപ്പോർട്ടുകൾ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് സൈന്യം. ഇത്തരം റിപ്പോർട്ടുകൾ തെറ്റായതും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതുമാണ് എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. അരുണാചൽ പ്രദേശിലെ ഒരു സാമൂഹിക സംഘടന സമർപ്പിച്ച കത്തിനെ ഉദ്ധരിച്ചാണ് ചില മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. സൈന്യം അതിർത്തി പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ച് വരികയാണെന്നും രാജ്യത്തിന്റെ പരമാധികാരവും ഭൗമപരവുമായ അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു. ഏതെങ്കിലും ഒരു സംഘടന പറയുന്ന കത്ത്, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ പറയുന്ന ആരോപണങ്ങൾ എന്നിവയല്ല. സൈന്യം ഔദ്യോഗികമായി അറിയിക്കുന്ന വിവരങ്ങളാണ് അതിർത്തി മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയമായ കാര്യം. കാരണം അവർക്കാണ് അതിർത്തിയിലെ കാര്യങ്ങൾ കൃത്യമായി നിശ്ചയമുള്ളത്, തിട്ടമുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, സർക്കാരിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി സൈന്യത്തെയും നമ്മുടെ അതിർത്തി സുരക്ഷയെയും കുറിച്ച് ഈ രീതിയിൽ വ്യാജ പ്രചാരണം നടത്തുന്നത് മാധ്യമങ്ങൾക്ക് ഭൂഷണമാണോ എന്നുള്ള കാര്യം മാധ്യമങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുവഴി നിങ്ങൾ അപകീർത്തിപ്പെടുത്തുന്നത്, അവഹേളിക്കുന്നത് ഈ രാജ്യത്തെ സൈന്യത്തെ കൂടിയാണ്. സൈന്യത്തിന് തന്നെ ഏറ്റവും ഒടുവിൽ അത് വിശദീകരണവുമായി രംഗത്ത് വരേണ്ടി വന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായ ഈ രീതിയിലുള്ള വ്യാജ പ്രചാരണവും വ്യാജ വാർത്തകളും കാരണമാണ്. നമ്മുടെ അതിർത്തിയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല. ചൈനയുമായും പാകിസ്ഥാനുമായും ഇപ്പോൾ ബംഗ്ലാദേശുമായും അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ പ്രശ്നമുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഏത് തരത്തിലുള്ള പ്രതിരോധം തീർക്കാനും തക്ക ശക്തി ഇന്ന് ഭാരതത്തിന്റെ സൈന്യത്തിനുണ്ട്. അവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടം ഇന്ന് ഈ രാജ്യം ഭരിക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയെ പ്രകോപിപ്പിക്കും. നമ്മൾ അതിർത്തി മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക വിന്യാസം നടത്തിയാൽ, ഏതെങ്കിലും തരത്തിലുള്ള റോഡോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടാക്കിയാൽ ചൈനയ്ക്ക് അത് പ്രകോപനമാകും എന്ന് പറഞ്ഞ AK ആന്റണി അല്ല ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി. രാജ്നാഥ് സിംഗ് എന്നാണ് ആ പേര്. ഉത്തർപ്രദേശുകാരനാണ്. അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളോടാണ് നിങ്ങളുടെ വാർത്തകൾക്ക് നീർക്കുമളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. നേഷൻ ഫസ്റ്റ് തുടങ്ങുന്നത് വരെ. നേഷൻ ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായ വിവരം അത് സൈന്യവുമായി ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജനം TV പ്രതിജ്ഞാബദ്ധമാണ്. ദേശീയ തലസ്ഥാനത്ത് ഡൽഹിയിൽ ജനം TV ബ്യൂറോ തുറന്നു വെച്ചിരിക്കുന്നതും അതിനാണ്. പ്രിയ പ്രേക്ഷകരെ, മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. ബംഗാളിൽ നിന്നുള്ള വാർത്തയാണ്. ബംഗാളിൽ OBC ചട്ട ഭേദഗതി നടന്നിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ OBC സംവരണ നിയമ ഭേദഗതി പാസാക്കി എന്നതാണ് ആ വാർത്ത. 77 വിവിധ മുസ്ലിം വിഭാഗങ്ങളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. കൊൽക്കത്ത ഹൈക്കോടതി 2024 മെയ് മാസത്തിൽ പുറപ്പെടുവിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാന മാറ്റങ്ങൾ ഇപ്രകാരമാണ്. OBC സംവരണ വിഹിതം 10% നിന്നും 7% കുറച്ചു. അതോടൊപ്പം തന്നെ OBC വിഭാഗങ്ങളെ പുതുക്കി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് സംബന്ധിച്ച 1993 നിയമവും ഭേദഗതി ചെയ്തു എന്നതാണ് വാർത്ത. നിങ്ങൾക്കറിയാം, മമതാ ബാനർജി ഭരിക്കുന്ന സമയത്ത് നുഴഞ്ഞു കയറി വന്നവർക്ക് പോലും ആധാർ കാർഡും ID കാർഡും റേഷൻ കാർഡും പാസ്പോർട്ടും ഒക്കെ കൊടുത്ത് ഈ രാജ്യത്ത് അവരെ പൗരന്മാരാക്കി മാറ്റി, അവരെ വോട്ട് ബാങ്കാക്കി മാറ്റി. കുറേ നാളുകൾ, ഏതാണ്ട് ഒരു 10-15 കൊല്ലക്കാലം ആ സംസ്ഥാനം ഭരിക്കാൻ മമതാ ബാനർജി എടുത്ത പണി ഓരോ പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തെ അപ്പീസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി 77 വിഭാഗങ്ങളെയാണ് OBC പട്ടികയിലേക്ക് തിരികെ കയറ്റിയത്. അത് തെറ്റാണ് എന്ന് 2024 മെയ് മാസത്തിൽ കൽക്കത്ത ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. പക്ഷേ ആ വിധി നടപ്പാക്കിയിരുന്നില്ല. ഇത് റദ്ദാക്കണം, അത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അത് നടപ്പാക്കപ്പെടുകയുണ്ടായില്ല. ഇന്ന് സുവേന്ദു അധികാരി അധികാരത്തിൽ വന്ന ശേഷമാണ് കൃത്യമായ നീതി, നിയമം, ന്യായം നടപ്പാക്കപ്പെടുകയുണ്ടായത്. OBC വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷമാണ് ബംഗാളിൽ
അവർക്കൊരു പുത്തൻ സൂര്യോദയം ഉണ്ടായിരിക്കുന്നത്. അതുവരെയും പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ OBC വിഭാഗങ്ങൾക്ക്, യഥാർത്ഥ OBC വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയായിരുന്നു മമതാ ബാനർജി ചെയ്തു പോകുന്നത്. അപ്പോൾ ബംഗാളിൽ നിന്നും ബംഗാളിലേക്ക് തന്നെയാണ് മറ്റൊരു വാർത്തയുമായി പോകുന്നത്. ബംഗാൾ ഒരു വാർത്തയല്ലാത്ത സംസ്ഥാനമായിരുന്നു നേരത്തെ. അവിടെ ഏതെങ്കിലും തരത്തിൽ കൊലപാതകങ്ങൾ CPM ചെയ്താലും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് ചെയ്താലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയായിരുന്നില്ല. ബംഗാളിൽ ഒരു BJP പ്രവർത്തകനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഒരു പത്രമുത്തശ്ശിയുടെ മാധ്യമ സ്ഥാപനത്തിലേക്ക്, എനിക്ക് തോന്നുന്നു ആ മാധ്യമ സ്ഥാപനത്തിലേക്ക് തന്നെയാണെന്ന്, ഒരു BJP പ്രവർത്തകൻ വിളിച്ചു ചോദിച്ചപ്പോൾ, ക്ഷമിക്കണം അതല്ല, ഒരു മീഡിയ സ്ഥാപനമാണ്, നമ്പർ 1 മീഡിയ സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് സൗകര്യമില്ല കൊടുക്കാൻ, വേണമെങ്കിൽ ചാനൽ കണ്ടാൽ മതി എന്നുള്ളതാണ്. അതങ്ങ് മറ്റെവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതിയെന്നേ. ജനൻ TV ഉണ്ട് ഇവിടെ. ഈ പറയപ്പെടുന്ന ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാകാൻ ഡൽഹിയിൽ ജനം TV ഉണ്ട്. നിങ്ങളുടെ ഈ 1ാം സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബാർക്ക് റേറ്റിംഗിൽ മാത്രമാണ്. ജനഹൃദയങ്ങളിൽ 1ാം സ്ഥാനം ജനം TVക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ദേശീയ തലത്തിൽ ദേശീയ ചാനലായി ജനം TV ഇനി വരുന്ന 6 മാസത്തിനുള്ളിൽ മാറും എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. പശ്ചിമ ബംഗാളിൽ സംഘടിത കുറ്റകൃത്യങ്ങളും രാഷ്ട്രീയ അക്രമങ്ങളും കർശനമായി അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടുള്ള ചരിത്രപ്രധാനമായ വെസ്റ്റ് ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2026 നിയമസഭ പാസാക്കി. അതായത് ഇത്ര ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പറഞ്ഞാൽ ആന്റി ഗുണ്ടാ ബില്ല് അവിടെ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തിങ്കളാഴ്ച നടന്ന വോട്ടെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ മറികടന്ന് 41-നെതിരെ 176 വോട്ടുകൾക്കാണ് ബിൽ പാസാക്കിയത്. പ്രതിപക്ഷം എന്തിനാണ് ഈ ആന്റി ഗുണ്ടാ ബില്ലിനെ എതിർക്കുന്നത് എന്ന് ഇനി മനസ്സിലാകുന്നില്ല. ഒരുപാട് ഗുണ്ടകൾ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ടും ഈ ബില്ല് വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ശിഷ്ടകാലം ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും എന്ന ആശങ്കയുള്ളത് കൊണ്ടുമായിരിക്കണം ഈ ബില്ലിനെ അവർ എതിർത്തത്. എന്നിട്ടും 41-നെതിരെ 176 വോട്ടുകൾക്ക് ആ ബില്ല് പാസാക്കിയിരിക്കുകയാണ്. ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ കടുത്ത നിയമങ്ങളുടെ മാതൃകയിലാണ് ബംഗാളും പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ മാതൃകയിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ എന്തായിരിക്കും പരിണിത ഫലം എന്ന കാര്യത്തിൽ നമ്മൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യവുമില്ല. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെയും സായുധ സംഘങ്ങൾക്കെതിരെയും അതിശക്തമായ നടപടികളാണ് പുതിയ ബില്ലിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. അതാണ് വാർത്ത. പൊതുജനസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തുന്ന ഏതൊരു വ്യക്തിയെയും 1 വർഷം വരെ വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം എന്നതും ഈ നിയമത്തിന്റെ പ്രത്യേകതയാണ്. പൊതു സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുന്ന കുറ്റവാളികളുടെ ജംഗമ സ്ഥാപന സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതായത് നേരത്തെ ബംഗാളിൽ BJP പ്രവർത്തകരെ കൊന്നുകെട്ടിത്തൂക്കുന്നതും നടുറോളിട്ട് തല്ലിച്ചതയ്ക്കുന്നതും കുടിൽ വ്യവസായം പോലെ നടത്തിയിരുന്നവരാണ് ഈ പശ്ചിമ ബംഗാളിലെ CPM-കാരും അതോടൊപ്പം തൃണമൂലുകാരും. ഇനി അങ്ങനെ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. രണ്ടാമതായി വീടുകൾ തല്ലി തകർക്കുക, അവരുടെ സാധന സാമഗ്രികൾ നശിപ്പിക്കുക, വാഹനങ്ങൾ നശിപ്പിക്കുക, ഇതൊക്കെ അവിടുത്തെ സ്ഥിരം പരിപാടിയായിരുന്നു, സ്ഥിരം കലാപരിപാടിയായിരുന്നു. ഒരു പ്രത്യേകതരം മുദ്രാവാക്യം മുഴക്കിയാൽ പിന്നീട് ഇവരെല്ലാവരും ഒരുമിച്ചങ്ങ് ചേരുകയാണ്. എന്നിട്ട് ഒരുമിച്ച് എവിടെയും ആക്രമണം നടത്താം. ഈ ജഹാംഗീർ ഖാനെ അറസ്റ്റ് ചെയ്തപ്പോഴും അങ്ങനെ ഒരു പ്രത്യേകതരം മുദ്രാവാക്യം മുഴക്കി പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ഈ ആളുകൾ വന്നതും നമ്മൾ കണ്ടു. ഇനി അങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടും മുമ്പ് നിങ്ങൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. പുതിയ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ബംഗാളിൽ ഇനി ഈ രീതിയിലുള്ള ഗുണ്ടാപ്പണികളും അതോടൊപ്പം ഇത്രയും നാളും ചെയ്തു പോന്നിരുന്ന അക്രമവും മറ്റ് കുടിൽ വ്യവസായങ്ങളും നടക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് വളരെ വേഗം നമ്മൾ പോവുകയാണ്. അതായത് സിന്ധു നദി, അതുമായി ബന്ധപ്പെട്ട ജലവിതരണത്തിലെ ചില പ്രശ്നങ്ങളാണ്. ജലവിതരണവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ഒരു ഭീഷണിയുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ജലതർക്കം കൂടുതൽ രൂക്ഷമാകുന്നതിനിടെ പാകിസ്ഥാന്റെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രി മുസാദിഖ് മാലിക് ഇന്ത്യക്കെതിരെ കടുത്ത മുന്നറിയിപ്പ് നൽകുകയാണ്. ഭാരതം പാകിസ്ഥാന്റെ ജലവിഹിതം തടയാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ ജലവിഹിതത്തിൽ കൈവയ്ക്കുന്നവരുടെ കൈകൾ വെട്ടിമാറ്റും എന്നാണ് ഈ പാകിസ്ഥാന്റെ മന്ത്രിയുടെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്, ഭീഷണി. അയൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ടാപ്പ് നിയന്ത്രിക്കുന്നത് പോലെ പെരുമാറുകയും ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് വിടില്ല എന്ന് പറയുകയുമാണെന്നും ഇയാൾ ആരോപിക്കുന്നു. അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് അയാൾ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ്.
ഈ വെള്ളം തന്നില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കൈവെട്ടും എന്നാണ് ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത്. 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഭാരതം അവരുമായുള്ള ഈ ജല കരാർ അത് അവസാനിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ ഈ പറഞ്ഞ ആളുടെ പേര് മുസാദിഖ് മാലിക് എന്നുള്ളതാണ്. ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ വെട്ടിക്കളിക്കാൻ മാത്രം കഴിയുന്ന ഉണ്ണിപ്പിണ്ടി കൈകൾ മാത്രമേ ഈ മുസാദിഖ് മാലിക് ഇതുവരെ കണ്ടിട്ടുണ്ടാവൂ. ഇതിനു മുൻപ് ഭരിച്ചവരൊക്കെ തന്നെ ആ രീതിയിലുള്ളവരായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഭാരതം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. പഹൽഗാമിൽ ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരുടെ സഹോദരിമാരുടെ സിന്ദൂരം നിങ്ങൾ മായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും തരില്ല, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി പാലിക്കുന്ന പ്രധാനമന്ത്രിയാണ്. ആ വാക്കിനോട് വിലയുള്ള പ്രധാനമന്ത്രിയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. കൈവെട്ടും കാലുവെട്ടും എന്ന് ഈ കീലേരി അച്ചുവിന്റെ ഭാഷയിൽ, ചില സിനിമ ഒരു കഥാപാത്രമാണ് മാമുക്കോയുടെ, കീലേരി അച്ചുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതും പാകിസ്ഥാൻ പറഞ്ഞാൽ, വിരണ്ട് ആ ഡാം തുറന്നു വിടുന്ന പഴയ പ്രധാനമന്ത്രിയെയും അതോടൊപ്പം ചെയർപേഴ്സൺ UPA ചെയർപേഴ്സണെയും ഒക്കെ നിങ്ങൾക്കറിയൂ. ഇത് ആള് മാറി കാലം മാറി എന്നുള്ളത് ഇനിയെങ്കിലും പാകിസ്ഥാൻ മനസ്സിലാക്കണം. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. നിങ്ങൾ എത്ര കാലം ഭാരതത്തിൽ ഭീകരപ്രവർത്തനം നടത്തുകയും ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ ജീവൻ കവർന്നെടുക്കുന്ന പരിപാടി നടത്തുകയും ചെയ്യുന്നു, അത്രയും കാലം നിങ്ങൾക്ക് വെള്ളം കിട്ടും എന്ന പ്രതീക്ഷ വേണ്ട. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ നിന്നും ഈ ജലകരാർ റദ്ദാക്കിയത് മൂലം അവരുടെ കൃഷി ആകപ്പാടെ നശിച്ചിരിക്കുകയാണ്. കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത്. അവരുടെ ഇൻഡസ്ട്രീസ് പലതും പ്രവർത്തനം നിശ്ചലമായിരിക്കുകയാണ്. വലിയ പ്രതിഷേധം, വലിയ പ്രതിസന്ധി പാകിസ്ഥാനിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ് ആ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈവെട്ടും എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ കൈവെട്ട് ഇവരുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ് എന്ന് തോന്നുന്നു. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടും അവർക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഈ കൈവെട്ടുന്ന രീതിയാണ് ഉള്ളത്. പാകിസ്ഥാന്റെ അതേ രീതിയാണ് പോപ്പുലർ ഫ്രണ്ടും പിന്തുടർന്നത്. അതിനെ എങ്ങനെയാണ് നേരിട്ടതെന്ന് പാകിസ്ഥാനും അറിയാവുന്നതുമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ് പ്രിയ പ്രേക്ഷകരെ. അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അയോധ്യ സംഭാവന തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദം തുടരുന്നതിനിടയിലും ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ ഒഴുക്കിനോ സംഭാവനകൾക്കോ യാതൊരു കുറവും ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മറിച്ച് വേനലവധിക്കാലത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്ഷേത്രത്തിന് ലഭിക്കുന്ന പ്രതിദിന സംഭാവനകളിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് വാർത്ത. ബാങ്കിംഗ് ക്ഷേത്ര വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിലെ വഴിപാടുകളായും സംഭാവനകളായും ദിവസേന ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക ഏകദേശം ഇരട്ടിയായി. മുമ്പ് ശരാശരി പ്രതിദിനം 10 മുതൽ 12 ലക്ഷം രൂപ വരെ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 20 മുതൽ 24 ലക്ഷം രൂപ വരെ ആയിട്ടുണ്ട് എന്നതാണ് വാർത്ത. അപ്പോൾ അയോധ്യയിലെ 500 വർഷത്തെ പോരാട്ടത്തിന് ശേഷം അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രം പണിത് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ അവിടെ പ്രതിഷ്ഠിച്ചത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ആ ക്ഷേത്രം ഇല്ലായ്മ ചെയ്യാനുള്ളതാ അല്ല എന്ന് വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷവും മനസ്സിലാക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇവിടുത്തെ ഓരോ കോടാനുകോടി ഭക്തജനങ്ങളുടെയും മനസ്സിലാണ് ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളത്. നിങ്ങളുടെ ഈ ആരോപണങ്ങൾക്കൊന്നും ആ ഒരു വിശ്വാസത്തെ നശിപ്പിക്കാനുള്ള ശക്തിയില്ല എന്നും മനസ്സിലാക്കുക. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 8 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ട്രസ്റ്റ് ചുമതലയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ രാജിവെച്ചു. യോഗി ആദിത്യനാഥ് സർക്കാർ കർശനമായ പരിശോധന, കർശനമായ അന്വേഷണം SIT മുഖേന നടത്തുന്നുണ്ട്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം എന്നൊരു ഹർജി എത്തുകയും കോടതി അത് ജൂലൈയിലേക്കാണ് മാറ്റിയത്. അത് അടിയന്തരമായി കേൾക്കണം എന്ന ആവശ്യം കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു. അപ്പോൾ സുതാര്യമായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അവിടുത്തെ ഭക്തർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് യോഗി ആദിത്യനാഥിലുള്ള വിശ്വാസം അചഞ്ചലമാണ്. യോഗി ആദിത്യനാഥിനെ അവർക്ക് അങ്ങേയറ്റം വിശ്വാസവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിലേക്കുള്ള ആളുകളുടെ വരവ്, ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ വരവിൽ ഒരു ശതമാനം പോലും കുറവുണ്ടാകാത്തത്, നേരെ മറിച്ച് കൂടുന്നത്.
മാത്രമല്ല ഇപ്പോൾ 12 ലക്ഷം വരെയാണ് ഒരു ദിവസം ഉണ്ടായിരുന്നത് വരുമാനമെങ്കിൽ അത് 24 ലക്ഷം വരെയായി മാറിയിട്ടുണ്ട്. ഇരട്ടി എന്നതാണ് വാർത്ത. വിശ്വാസം അത് അചഞ്ചലമാണ്. വിശ്വാസം അതുപോലെ നിൽക്കും. തെറ്റ് ചെയ്യാത്ത വ്യക്തികളില്ല. തെറ്റ് കണ്ടെത്തിയാൽ അത് ഈ ശബരിമലയിൽ കൊള്ള നടത്തിയവരെ സംരക്ഷിച്ചതുപോലെ അല്ല. കർശനമായ നടപടി 15 ദിവസത്തിനകം എടുത്ത മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. NIA-യുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതായത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഭീകര സംഘത്തെ കണ്ടെത്തി NIA എന്നതാണ് വാർത്ത. 50-നടുത്ത ആളുകൾ സംഘത്തിൽ ഉണ്ടെന്ന് NIA പറയുന്നു. കേസിൽ 12 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ മാർച്ച് 12-ന് വിജയവാഡയിൽ 23-കാരനായ മുഹമ്മദ് റഹ്മത്തുള്ള ഷെരീഫ് എന്ന വ്യക്തിയെ ആന്ധ്രാപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഇതിന്റെ ചുരുളഴിയുന്നത് എന്നിപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നു. കേസിലെ ഗൗരവം കണക്കിലെടുത്ത് കഴിഞ്ഞ മാസം അവസാനം NIA അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിന് പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന, ഡൽഹി, ബീഹാർ, പശ്ചിമ ബംഗാൾ, കർണാടക, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും നീളുന്ന കണ്ണികളാണ് ഉള്ളതെന്ന് NIA കണ്ടെത്തി. 12 പ്രതികളെ NIA ഇതിനോടകം അറസ്റ്റ് ചെയ്തു. ഒരാൾ വിദേശത്ത് പ്രവർത്തിച്ചിരുന്ന ഹാൻഡ്ലറാണെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗം അത് പറയുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതായോ മറ്റോ ദയവായി കണക്ക് കൂട്ടരുത്. കാരണം ഈ രാജ്യത്ത് ഒരു പ്രത്യേക മതവിഭാഗം ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കേന്ദ്രീകരിച്ച് ഓൺലൈൻ ഭീകര സംഘത്തെ ഉണ്ടാക്കുകയാണ്. എന്തിനാണ് ഈ ഓൺലൈൻ ഭീകര സംഘം? അത് ഈ രാജ്യത്ത് തന്നെ അസ്ഥിരത പടർത്തുന്നതിനും ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി ആസൂത്രിതമായി ഇവർ ഒരു ഓൺലൈൻ ഭീകര സംഘത്തെ തയ്യാറാക്കുകയാണ്. അതിന് വിദേശത്ത് നിന്നും ഒരാൾ അതിൻ്റെ ഹാൻഡലറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അവർ ജനിച്ചു വീണ, അവർ ജീവിക്കുന്ന ഈ മണ്ണിനെ ഛിന്ന ഭിന്നമാക്കാൻ, താറുമാറാക്കാൻ, കലാപം നടത്താൻ, സ്ഫോടനം നടത്താൻ അവർ ചെയ്യുന്നത് ഒരു ഭീകര സംഘത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഇതിൽ ചില ആളുകളെങ്കിലും ഇതിനെ എതിർപ്പുമായി രംഗത്ത് വരും. എതിർക്കുന്ന ആളുകളോടൊരു ചോദ്യം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുട്ടികളുമായി ഒരു ചന്തയിലേക്ക്, ഒരു കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, ഒരു മാളിലേക്ക് പോകുന്നു. അവിടെ ഈ ഓൺലൈൻ ഭീകര സംഘത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭീകരൻ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയനായി ഒരു ബോംബ് അവിടെ പ്ലാന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളും ഭാര്യയും കുട്ടികളും അവിടെ ഉള്ളപ്പോൾ അത് പൊട്ടിത്തെറിച്ച് നിങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇതിനെ നമ്മൾ കാണേണ്ടത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്ന നിലയിലാണ്. ഇതിന് മതത്തിന്റെ മേലങ്കി അണിയിച്ച് ഇവരെ രക്ഷപ്പെടാനോ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം നൽകാനോ ശ്രമിക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഇത് ഈ രാജ്യത്തിനെതിരായ യുദ്ധമാണ്, ഈ മനുഷ്യരാശിക്കെതിരായ യുദ്ധമാണ് എന്ന് പറയേണ്ടി വരും. പഹൽഗാമിൽ നമ്മൾ ഇത് കണ്ടതാണ്, പഠാൻകോട്ടിൽ നമ്മൾ കണ്ടതാണ്, ഉറിയിൽ നമ്മൾ കണ്ടതാണ്, മുംബൈയിൽ ഇതിൻ്റെ ഭീകരമായ വേർഷൻ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇവരെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം, ഇവർ പഠിച്ചിട്ടുള്ള ഏത് പുസ്തകമാണ് ഇവരെ ഇങ്ങനെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. എന്തായാലും മനുഷ്യനെ കൊല്ലാനാണ്, കലാപമുണ്ടാക്കാനാണ്, അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനാണ്, സ്ഫോടനങ്ങൾ നടത്താനാണ് ഇവർ ഈ ഭീകര ശൃംഖല രൂപീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയം യാതൊന്നും തന്നെയില്ല. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നതോടെ നമ്മുടെ ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ പൂർത്തിയാകും. പ്രധാനപ്പെട്ട ഒരുപിടി വാർത്തകൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ ഈ ദിവസം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് സംഭവിക്കുകയും ചെയ്യും. അതായത് ഉത്തർപ്രദേശിലെ ബദൗൺ ജില്ലയിലെ അലാപ്പൂരിൽ മുഹറം താജിയ ഘോഷയാത്രയ്ക്കിടെ 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ 60-കാരനായ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അബ്രാർ എന്ന വ്യക്തിയാണ് അറസ്റ്റിലായത്. പോലീസിന്റെ വിവരമനുസരിച്ച് പ്രതി പോലീസിന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ ഇയാളുടെ 2 കാലിനും വെടിയേറ്റു എന്നതാണ് വാർത്ത. സംഭവ സ്ഥലത്തു നിന്നും ഒരു നാടൻ തോക്കും പോലീസ് പിടിച്ചെടുത്തതായി അധികൃതർ അറിയിച്ചു. സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടി കേസിൽ നിർണായക പുരോഗതി കൈവരിച്ചതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിക്കുകയും ചെയ്തു. സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. മുഹറം ഘോഷയാത്രയ്ക്കിടെ 4 വയസ്സുള്ള പെൺകുട്ടിയെ, 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച 60-കാരനാണ് എന്ന് തോന്നുന്നു. ഇയാളുടെ പ്രായം 60-കാരൻ അബ്രാർ.
അപ്പോൾ അബ്രാറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഉത്തർപ്രദേശ് പോലീസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അബ്രാറെ ജീവിക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലാണ് എന്നൊരു മിനിമം ബോധമെങ്കിലും വേണ്ടേ? അപ്പോൾ അബ്രാറിനെ സംബന്ധിച്ചിടത്തോളം ഈ വയസ്സാം കാലത്ത് 2 കാലിലുമായി കയറിയ ഉണ്ട നീക്കം ചെയ്ത് അത് വച്ചുകെട്ടി ശിഷ്ടകാലം ജീവിക്കാം എന്നുള്ളതാണ്. ഒരു ദയയും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാകുന്നത്. 4 വയസ്സുകാരിക്ക് 24 മണിക്കൂറിനുള്ളിൽ നീതി, അതും വെടിയുണ്ടയിലൂടെ നൽകിയിരിക്കുകയാണ്. അബ്രാർ ഈ 60-ാം വയസ്സിൽ തിരിച്ച് വെടിവെക്കാനൊക്കെ ശ്രമിച്ചത് വല്ലാത്ത കഷ്ടമായി പോയി എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഉത്തർപ്രദേശ് പോലീസിനും യോഗി ആദിത്യനാഥിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ഇവിടെ പൂർത്തിയാവുകയാണ്. ദേശീയ തലത്തിലെ വാർത്തകൾ, വിശകലനങ്ങളൊക്കെയായി നാളെ രാവിലെ 8 മണിക്ക് നേഷൻ ഫസ്റ്റുമായി വീണ്ടും ചേരും. ഇന്ന് രാത്രി 9:30 ഒരു ദിവസം സംഭവിച്ച മുഴുവൻ ദേശീയ വാർത്തകളും കാച്ചിക്കുറുക്കി അരമണിക്കൂറിൽ ഉൾപ്പെടുത്തി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നേഷൻ പ്ലസുമായി 9:30 വീണ്ടും കാണാം. അതുവരേക്കും വിട പറയുന്നു. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ആങ്കർമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും നിങ്ങൾക്കൊപ്പം ചേരും. ഇടവേള.